എന്നാ പാട്. ക. കണ്ടു കണ്ടു കണ്ടില്ല. അത് ആദ്യം നീ പാടി. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകനോ അതോ ശുംഭനോ? ഷൂ വെച്ച് പാട്. ഷൂ വെച്ച്. ചുന്തരിപ്രാവേ ചിന്തരിപ്പാവേ കൂടെ കളിക്കാൻ വാ. ആ കുട്ടനാടി നല്ല തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. അല്ല, ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. വാ വെച്ച് പാടണം. വാ വെച്ച് പാടിയേ പറ്റും. വാ വെച്ച് കിട്ടണില്ലടാ. വാ വെച്ച് കിട്ടും. ഇതാരാ പാടുന്നേ? അയ്യോ എന്റെ ഫോൺ. അയ്യോ എന്തിനാണ് ഞെട്ടുന്നേ? സിന്ധു വിളിക്കുന്നു. അതാര്? എന്റെ ഭാര്യ. അതിനെതിരെ ഞെട്ടുന്നേ? ഞെട്ടിപ്പോ. എന്റെ ഭാര്യയാണ്. അവളെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ നിന്റെ കൂട്ടുകാരത്തി എന്ന് പറഞ്ഞാ പോരെ? അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നീ മിണ്ടരുത്. മിണ്ടല്ലേ? ശരി. ഹലോ ഹലോ ഹലോ. എന്താ ഫോൺ എടുക്കാൻ താമസം? ഞാൻ നേരത്തെ എടുത്തല്ലോ. സമയം താമസിച്ചില്ലല്ലോ. 3 ബെല്ലും 3 ടൂട്ടും കേട്ടു. അയ്യോ, മൂന്നാമത്തെ ടൂ കേട്ടില്ല. രണ്ടാമത്തെ ടൂ തന്നെ ഞാൻ എടുത്ത്. പിന്നെ എന്താ ഒരു കള്ള ലക്ഷണം? ഒരു കള്ള ലക്ഷണവും ഇല്ല. നീ ഇല്ലാത്തതിന്റെ ഒരു ബോറിംഗ് മാത്രമേ ഉള്ളൂ. എന്താ ഒരു കള്ള ലക്ഷണം ഉണ്ട്? ഒന്നുമില്ല. എന്നാ പിന്നെ ഒന്ന് വീഡിയോ കോൾ വരൂ. എങ്ങനെയാ? വീഡിയോ കോൾ വരൂ. മനസ്സിലായില്ല. ഒന്ന് വീഡിയോ കോൾ വരാൻ. വീഡിയോ കോളോ? ആ. വീഡിയോ ഓൺ ആക്കണോ? ആ. അതിനെന്തിന്? വീഡിയോ ഓൺ ആക്കുമല്ലോ. കണ്ടാ? ആ. എന്ത്? എന്താ മുഖത്തൊരു കള്ള ലക്ഷണം? ഒരു ലക്ഷണവും ഇല്ല. ഞാൻ സന്തോഷത്തോടെ ഇവിടെയല്ലേ നിൽക്കുന്നേ. ഇല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ല. ഒന്ന് ചുറ്റി കാണിക്കൂ. ചുറ്റി കാണിക്കണോ? ആണ്ട. കണ്ടാ? അങ്ങനെയല്ല, പിന്നെ വീടൊന്ന് ചുറ്റി കാണിക്കൂ. വീട് ചുറ്റി കാണിക്കാൻ അതിന് ഇത്ര പേടി എന്തിന്? വീടൊക്കെ ഞാൻ നാട്ടെ ചുറ്റി കാണിക്കണ്ട. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ആരും ഇല്ല. നിനക്ക് തോന്നുന്നതാണെന്ന്. ഫോൺ ഒന്ന് തിരിച്ചു പിടിക്ക്. ഫോൺ ഒന്ന് തിരിച്ചു പിടിക്ക്. തിരിച്ചു പിടിച്ചല്ലോ. ആരിക്കണ? ആരും ഇല്ല. നീ ചുമ്മാണെന്ന് എന്നെ സംശയിക്കല്ലോ. ചേട്ടാ. ഓ, ആരാത്? ഏതാ? നിങ്ങളുടെ ബാക്കിൽ നിന്ന പെണ്ണ് ഏതാന്ന്? എവിടെ? എന്റെ അടുത്ത് കള്ളം പറയരുത്. എന്ത്? നിങ്ങളുടെ ബാക്കിൽ നിന്ന പെണ്ണ് ഏതാ? ഇവിടെ ആരും ഇല്ല. നീ ചുമ്മാ എന്നെ സംശയിക്കല്ലേ. അവിടെ ആരും ഇല്ല സിന്ധു. ഞാനില്ലാത്തപ്പോ നിങ്ങളുടെ പരിപാടി എന്താ? സിന്ധു, ആരും ഇല്ല. ഇവിടെ ഒറ്റ മനുഷ്യല്ല. നിന്റെ തോന്നലാണ് വെറുതെ. വെള്ള സാരി ഉടുത്ത ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ഏത് സാരി? വെള്ള സാരി ഉടുത്ത ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. വെള്ള സാരി ഉടുത്തേ പെണ്ണിനെ നീ കണ്ടാ? കണ്ടു. അപ്പം വിശ്വമാമൻ പറഞ്ഞത് ശരി തന്നെ കേട്ടാ. എന്തോന്ന്? മാമ അന്ന് ഈ വീട് വാങ്ങിച്ചു തന്നപ്പോ പറഞ്ഞില്ലേ, പണ്ട് ഈ വീട്ടിൽ ജാനകി എന്നൊരു പെണ്ണുണ്ടായിരുന്നു. അവളെ അത് ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന്. ക്യാമറ കണ്ണിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കും. അയ്യോ ചേട്ടാ, സത്യമായിട്ട് എനിക്ക് കണ്ടുകൂടാ. നീ കണ്ടാ? ഞാൻ കണ്ടു. അപ്പൊ ഉണ്ട്. അയ്യോ ചേട്ടാ, ഇനി അവിടെ നിക്കണ്ട. അയ്യോ, എനിക്ക് അനങ്ങാൻ പറ്റണില്ലടി. എനിക്ക് അനങ്ങാൻ പറ്റണില്ല. അയ്യോ ചേട്ടാ. അയ്യോ, എനിക്ക് അനങ്ങാൻ പറ്റണില്ല. നീ ധൈര്യമായിട്ട് അവിടെ തന്നെ ഇരുന്നോ. ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടാ. അയ്യോ അയ്യോ. നിനക്ക് നിന്റെ കൂട്ടുകാരി വന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പറഞ്ഞറിയാ? നിനക്ക് അവളെ സ്വഭാവം അറിഞ്ഞൂടാ. ഇങ്ങോട്ട് വാ. നിൽക്കുന്ന വാഴ ഉണ്ടാ? ആ വാഴയിൽ 3 മിനിറ്റ് തുറച്ചു കഴിഞ്ഞാൽ നോയിക്കൊണ്ടിരുന്നാലേ ആ വാഴ എന്നെ വെച്ച് അവള് കഥയുണ്ടാക്കും. അത്ര വിഷയമാണോ? പിന്നല്ല. ഇതിപ്പോ എന്ത് ചെയ്യും? ഇനി സംസാരിച്ചോണ്ടിരുന്ന അവള് വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. എന്ത് ചെയ്യും? ഒന്നുമില്ല, നീ വിട്ടോ. നിന്നെ ഞാൻ ജംഗ്ഷനിൽ കൊണ്ടാക്കാം. ബാഗ് എടുത്തില്ല. പിന്നെ ബാഗ് എടുത്തോണ്ട് വാ. എന്തുവാടാ? എടുത്തോ. വാ. മാമൻ പറഞ്ഞത് വിശ്വാസമായ? എന്തായാലും മോള് വിളിക്കുമ്പോ മാമൻ ഇവിടെ അടുത്തുണ്ടായത് നന്നായി. ഇനി മോള് പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. മോള് പതുക്കെ വന്നാ മതി കേട്ടാ. ഒരു കുഴപ്പമില്ല. അമ്മേ ഭഗവതി, എന്റെ മക്കളെ കാത്തോളേ. നിന്നെ തളക്കാനുള്ള എല്ലാ ശക്തിയും എനിക്ക് തരണേ. എടാ, ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കിട്ടി. എടാ, നീ ഈ വീട് മേടിച്ചപ്പോ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ദുഷ്ടശക്തി ഉണ്ട്, മാമൻ വരാ, ഒരു ചെറിയ പൂജ വഴിപാടൊക്കെ ചെയ്യാ, അവളെ താഴ്ത്തി തരാന്നൊക്കെ പറയപ്പോ അന്ന് നീ എന്റെ ചെളിക്കിട്ട് കുത്തിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? മാമ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല അവള്. അവള് ഉഗ്രരൂപിണിയാണ്. മാമന്റെ കൈക്ക് നിൽക്കൂല. നീ അത് പറയരുത്. എടാ, ഈ മാമന്റെ കയ്യിൽ നിൽക്കാത്ത ഒരേ ഒരു സാധനം ഇന്ന് ഈ ഭൂമിയിലുള്ള അതാര്? എന്റെ ഭാര്യ രമണി. മാമ, അവള് കണ്ടെന്നാണ് പറയണ. ഫോണിൽ കൂടെ കണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് കാണാൻ പറ്റൂല. എടാ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ വക സാധനങ്ങളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അവള് പറഞ്ഞു വിട്ട് ക്യാമറ കണ്ണിലൂടെ അവിടെ ഇവിടെ നരകി പോണ കാണാം. ഇനി അതും അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ള ഒരു ഞരമ്പിന് കാണാം. ഞാനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ ഒന്നുമില്ല. ഞാനിപ്പോ മാമൻ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ ഇവിടെ കേക്ക് എവിടെയാണ്?
കിഴക്ക് അവിടെ ഏ? അവിടെ 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 അല്ല, അവിടെയാണ് ഇപ്പൊ. അവിടെ ഇരുന്നാ? ദേവി കാത്തോളേ, ഞാനിവിടെ പൂജ തുടങ്ങാൻ പോയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരാം. ചേട്ടാ എന്താ അവളെ പിടിച്ചിരിക്കുന്നു ആര് മറ്റേ അയ്യോ വിടുന്നില്ല. വാ, 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 പ്രേതം. പിടിച്ചോ, ചേട്ടാ, പിടിച്ചിരിക്കുന്നു. പിടിച്ചോ, ഓ. ചേട്ടാ. പിടിച്ചോ, അയ്യോ. എന്റെ കൊച്ചിനെ. അവളെ പിടിച്ചിരിക്കുന്നു. വിടി, വിടി, വിടി. പിടിച്ചിരിക്കുന്നു. വിടി എന്റെ കൊച്ചിനെ. വിടി എന്റെ കൊച്ചിനെ. വിടി. മാമ എന്ത് ചെയ്തത്? അടിച്ചിട്ട് ഓടിയില്ല, ഇക്കിളിയാക്കിട്ട് വിടാന്ന് വെച്ചിട്ടാ. ആഹാ. നീ കച്ച കെട്ടി ഇറങ്ങിയാക്കണല്ലേ? ഇടി എന്റെ കൊക്കിലെ ജീവൻ ഉണ്ടെങ്കിൽ എന്റെ പിള്ളേരെ ഞാൻ തൊടിയിക്കൂല. നിനക്കെന്നെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നിന്നെ ഞാൻ ഈ ചൂണ്ടുവരലുമ്പോ നിർത്താം. വളക്കല് 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 വളക്കല്. ആഹാ, വിരല് പിടിച്ച് വളക്കണാടി. ഇങ്ങനെയാണെന്ന് വളവള അലക്കാതെ അവളെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ആണാ, ഒരു കാര്യം ചെയ്യാം. ഓ അവളെ നമുക്ക് കുടത്തിലിരുത്താം. ഓ കൊടുത്തിരുത്താം. അമ്മ ഇത് പുട്ടുകുറ്റിയല്ലേ? അയ്യോ, വെപ്രാളത്തിന്റെ ഇടയിൽ എടുത്തും മാറിപ്പോയി. നീ മറ്റേ കുടം കൊടുത്തിട്ട് അവള് പുട്ടുകൊണ്ടിണ്ടാന്നാവോ? എന്തായാലും കുടം പോരെ, ഓ. ഈ കുടത്തിൽ കേറ്റാം. കേരടി കുടത്തില് കേറാനാണ് പറഞ്ഞത്. ഈ കേറൂലേ? പ്രജട 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 കിളും പ്രജട പ്രജട കിളും പ്രജട പ്രജട കിളും പ്രജട പ്രജട കിളും. മാമ ഇത് എവിടെ പോണ്? ഐറ്റം മാറിപ്പോയി. അവിടെ വരണല്ലേ? കേരടി 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 പിടിക്ക് 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 പിടിച്ചു. പിടിക്ക് 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 കൊടുക്കളിക്ക്. അങ്ങനെ ഓക്കെ, യക്ഷിനെ ആവാഹിച്ചിട്ട് ഈ പുട്ടും കൊടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇന്റെ ആവി വന്നു കഴിഞ്ഞാൽ യക്ഷിപ്പുട്ടൊക്കെ. തമിഴ്നാട്ടിൽ ആവി എന്ന് പറഞ്ഞ പ്രേതത്തിനെ ഇനി ഇത് ആവിയായിട്ട് പുറത്തു പോണേക്ക് മുമ്പ് രാമേശ്വരത്തെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴിക്കണം. അവനൊരു 650 രൂപ വരണം. 650 രൂപ മതി രാമേശ്വരം വരെ പോവാൻ. ഈ ലളിതമായിട്ട് ജീവിക്കണം എനിക്ക് ലളിതമായിട്ട് ജീവിക്കണം എനിക്ക് എന്തിനാ പൈസ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കൊണ്ടിട്ട് രാമേശ്വരത്ത് ഒഴുക്കിയിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നമ്മളും കൊണ്ട് ജംഗ്ഷൻ വരെ വരാം. എന്ത് കാര്യത്തിന്? അല്ല മാമ ഇതും കൊണ്ട് പോവൂലേ? അപ്പൊ ഇതിന്റെ ബാക്കി ശുദ്ധശക്തികൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതുവഴി ഇറങ്ങി പോട്ടെ. എന്ത് വിടുവാത്തരം പറയല്ലേ? എടാ, ഇവിടെ ഉള്ള ഏറ്റവും വലിയ ശക്തിനെയാണ് ഞാൻ ഈ കുടത്തിൽ അടച്ചാക്കണത്. ഇവിടെ ഒരു ശക്തിയും വരൂല. അയ്യോ. അവിടെ എന്തോ അവിടെ എന്തോ ഒന്നുമില്ല. നോക്ക്, എന്തിനു നോക്കണം? നോക്ക്. അല്ല ഒഴുക്കണ്ടേ? അയ്യോ മാമ, അല്ല മോള് നോക്കോ? മാമ നോക്ക്, ഞാനല്ലേ ഇവിടെ ചെല്ലി നോക്ക്. മാമ ഒഴുക്കണ്ടേ? അയ്യോ ചേട്ടാ, ദേ അവിടെ ആരോ 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 ആരൊരാളോ? നോക്ക്. ആഹാ. നീ അപ്പൊ അങ്ങോട്ട് ചൂണ്ടിട്ട് നീ ആരെ ചൂണ്ടുവരെ നിർത്തോന്നാ പറഞ്ഞേ? അവിടെയല്ലേ ആ ജീവിക്കാൻ വേണ്ടിട്ട്. ഇവിടെ കിഴങ്ങ ആവാഹിക്കണ ഇങ്ങനെയാണ്. ഒഴിഞ്ഞു പോവാൻ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലേ? എന്നാ ഞാനിപ്പോ പറയുന്നു, ഒഴിഞ്ഞു പോ. കിഴങ്ങ കളം വരക്കാണ്ട് മന്ത്രം ചൊല്ലാണ്ടുമാണ് നീ ഒഴിപ്പിക്കണത്. അപ്പൊ കളം വരച്ച് മന്ത്രം ചൊല്ലാ നീ പോകോ? എന്നാ അതൊന്ന് കാണുമല്ല. ബസ്മോടെ ബസ്മോടെ അമ്മേ, വെൽക്കം ടു മരടക്കര ടംബീസ്. തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസലടിച്ച പറന്നുപോരും സിംഹങ്ങൾ. സർക്കസ് ആരംഭം, സകലകല അഭ്യാസം, നടക്കപ്പോറെ ഭൂകമ്പം. കലകല 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 കലാട്ട. ബാക്കി പറയണോ? ആ കാർണിവെല്ലി ഫിഗർ ഷോ, തീതുപ്പും ഫയർ ഷോ. അതെന്റെ ഭാര്യ യക്ഷിയല്ല. രണ്ടും കണക്ക് തന്നെ. ആ മന്ത്രം വരെ ഒക്കെ ആയിരുന്നു, പക്ഷെ ആദ്യം ഊതിയത് അവളായി പോയി. അയ്യോ, എന്ത് ചെയ്യും?
ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ. അവള് കളം വരക്കണമെന്ന് പറഞ്ഞു. കളത്തിലിരുത്താം. അരിപ്പൊടി ഉണ്ടാ? അരിപ്പൊടി ഉണ്ട്. ഇടുക്ക്. എടുക്കട്ടെ. ഒറ്റക്ക് പോണ്ട, ഞാനും വരാം. ഒന്നുമില്ല, അത് ഓടി തള്ളിക്കോ. നിന്റെ ബാഗ് അതിനകത്ത് എന്തടി വാരി കെട്ടി വെച്ചിരിക്കണ? വാരി കിട്ടിയാ? എല്ലാം കൂടി ഇട്ടുള്ളൂ. അങ്ങോട്ട് പോയപ്പോ നോർമൽ പ്രേതം, തിരിച്ചു വന്നപ്പോ ഗർഭിണി പ്രേതോ. ചേട്ടാ, ഇനി യക്ഷിയെ വെച്ച് എന്നെ കഥ ഉണ്ടാക്കല്ലേ. അരിപ്പൊടി കിട്ടിയാ? അമ്മാവാ, ദേ. അയ്യോ, എന്റെ രമണിനേക്കാൾ സത്യം ഞാനല്ല ഇതിന് ഉത്തരവാദി. അതെ, ഇനി നമ്മൾ പേടിക്കേണ്ട സമയമാണ്. എന്തിന്? അതായത് യക്ഷികൾ ഗർഭിണിയായി കഴിഞ്ഞാല് ഭയങ്കര പ്രതികാരദാഹികളാക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടം വിട്ട് എത്രയും പെട്ടെന്ന് പോകണ്ട. അത് വേറെ കാര്യമുണ്ട്. മനസ്സിലായില്ല. ഇപ്പൊ അവള് ഗർഭിണിയല്ലേ? ഈ ഗർഭിണിയായ സ്ത്രീകൾ ആരും ഒന്നും ചെയ്യൂല. കാരണം അവർക്ക് റെസ്റ്റ് അല്ലേ. അവർക്ക് മടുക്കുമ്പോ അവര് പതുക്കെ പൊക്കോളും. ഞാൻ പോണു. നീ എവിടെ പോണു? എനിക്ക് മടുത്തു. ആണോ? അയ്യോ, അങ്ങനെ കുത്തിക്കുലുങ്ങി പോവല്ലേ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. മാമൻ ഓട്ടോ വിളിച്ചേർത്ത്. വേണ്ട മാമ, പതുക്കെ പൊക്കോളൂ. പതുക്കെ പൊക്കോളൂ. അങ്ങനെ എല്ലാം ശുഭപര്യവസ്ഥയായി അവസാനിച്ചു. മാമനല്ലേ ഉള്ളത്. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് കരുതണ്ട. ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. യക്ഷികൾ പറഞ്ഞതുപോലെ ചെയ്യും ചേട്ടാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാ. അതാണ് എന്റെ ഭാര്യക്ക് ആര് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് നിന്റെ വീട്ടിൽ പോവാടി. നിങ്ങൾ രണ്ടും കൂടി അവിടെ പോണു. അവളെ വീട്ടിൽ പോണ്. അപ്പൊ ഞാനാ? മാമ ഒരു കാര്യം ചെയ്യും, ഇതുപോലൊരു കൊച്ചു പുട്ടുക്കുറ്റിയും വെച്ചോണ്ട് ഇവിടെ ഇരിക്കണം. എന്തിന്? അപ്പൊ യക്ഷി പെറ്റിട്ട് വരും. അപ്പൊ അവളെ കൊച്ചിനെയും കൂടെ ഒരുമിച്ച് ആവാഹിച്ച് രാമേശ്വരത്തോണ്ടേ ഒഴുക്കുക. ഒറ്റക്ക? അയ്യോ, Dum 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 da dum 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 da dum 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 da dum